ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് ഹിഡംബ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ തൊട്ട് മുൻപിലുള്ള കുറേ ഷോപ്പിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഇവർ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് ഫുള്ള് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസാണ്. ഇപ്പം മെറ്റീരിയൽ ആവട്ടെ, അതിൽ ഡ്രസ്സൊക്കെ ആയിരുന്നാലും നമ്മൾ കമ്പിളി നൂലുകൾ കൊണ്ട് കൈകളാൽ തുന്നിയെടുക്കുന്ന ഡ്രസ്സാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇതുപോലെ മാറ്റായിട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഹാൻഡിക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇത് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവിടെ നിന്നൊന്നും മേടിക്കാത്തത്, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കാണുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത് മേടിക്കാൻ നിൽക്കാറില്ല. എനിക്ക് അത്രയ്ക്കും എന്നെക്കൊണ്ട് പറ്റാത്ത സാധനങ്ങൾ, എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രം ഞാൻ പൈസ കൊടുത്ത് മേടിക്കാറുള്ളൂ. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. ഷോൾ 100 rupees. സ്റ്റോൾ ആൻറ്റി എടുത്ത ഉടുപ്പ് ഹൗ മച്ച്? 500. ഇത് കൊള്ളാല്ലേ? ഈ ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ചേട്ടന്മാർ പറഞ്ഞു നോ ഫോട്ടോ നോ വീഡിയോ. അതായത് അവിടെ തന്നെ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട്, പിന്നെ എക്സ്ട്രാ നമ്മളടുത്ത് പറയുകയും ചെയ്തായിരുന്നു. സോ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല വീഡിയോസൊന്നും. സൂപ്പറായിട്ട് അവിടെ നിന്ന് ചേട്ടന്മാർ ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പിക്ചേഴ്സൊക്കെ വരയ്ക്കുകയാണ്. അതായത് തടിക്കഷ്ണത്തിലും അല്ലാത്ത ക്യാൻവാസിലൊക്കെ നന്നായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ ഹിഡംബ ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെന്ന് ഒരിക്കൽ കൂടെ വാച്ച് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ക്ലൈമറ്റും നല്ല രസമുണ്ട്. ആ ചുറ്റിലുമുള്ള പ്രകൃതിയൊക്കെ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു അമ്പലമാണ്. 250 ഓക്കെ. ഏത് വേണമെന്ന്? അതിൻ്റെ വലുതുണ്ടോന്ന് വെച്ച് ബിഗ് സൈസ് നോ എനിക്ക് എനിക്ക് സൈസ് ആവോ? അത് മേരാ സൈസ് അതർ കളർ നല്ല മനോഹരമായിട്ടുള്ള ഷോപ്പൊക്കെയാണ് അവിടെ ഉള്ളത്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തട്ടുകട ഇടുന്നത് പോലെയാണ് ഇങ്ങനത്തെ ഷോപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. ഡ്രീം ക്യാച്ചറൊക്കെ നല്ല രസമുണ്ട്. മേടിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും മേടിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരാൾ ചെയ്യുന്നതാണിത്. ഇതും ത്രെഡ് കൊണ്ട്, അതായത് നമ്മുടെ കമ്പിളി നൂലില്ലേ, കമ്പിളി നൂല് കൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നതാണ്. അവർക്കിതൊക്കെയാണ് ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് അവർക്കുള്ളത്.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് HP ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള നാച്ചർ പാർക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നിടത്തുള്ള ചേട്ടൻ നമ്മളെ നെക്സ്റ്റ് ഇവിടെയാണ് കൊണ്ടുവന്നത്. പുള്ളിക്കാരെ ഉദ്ദേശിച്ച് നമുക്ക് കുറച്ച് ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ മണാലിയിൽ പോകുന്നവർക്ക് ഇവിടെയൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പൂക്കടയിലൊക്കെ വിൽക്കുന്ന ഭയങ്കര റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഫ്ലവേഴ്സൊക്കെ ഇവിടെ ചുമ്മാ വെറുതെ വഴിയരികിലെല്ലാം പൂത്തിളഞ്ഞ് നിൽക്കുന്നത് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ ഇവിടെ വഴിയരികിലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കാഴ്ചയിൽ തന്നെ. സൂര്യകാന്തി പൂക്കളുണ്ട്, ഒത്തിരി ഡാലിയ, അങ്ങനെ കുറേ ഐറ്റം പൂക്കളുണ്ട്. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇതുപോലെ കായൊന്നുമില്ലതാ, നിറച്ച് നിൽക്കുന്നു. നാരങ്ങ പോലെ നിൽക്കുന്നു ഗൈസ്. കയറി ബാക്കിലോട്ട് കറക്റ്റായിട്ട് ഇരി. ആ ഓ നല്ല താത്ത്. ആ അത്രേ ഉള്ളൂ. ചെയ് ആ ഓ ഓ അടുത്തത് ഇതിൽ കയറുന്നില്ലേ? കയറി എന്നിട്ട് ഒരു കാലം ആദ്യം നീ ഫ്രണ്ടിലോട്ടാക്ക്. അതായത് ഇനി അങ്ങനെ അത്രേ ഉള്ളൂ. സ്പീഡിലാക്ക്. മെഗലിനെ പിടി. രണ്ടും ഒരുമിച്ചല്ല. നില്ല് അമ്മ, ഇത് പിടി അമ്മ. നില്ല് പിടി. അവിടെ നിന്ന് പോയിട്ട് വരാം. ഞാൻ പോയിട്ടാണ് ഇറങ്ങിയത്. അത് പറ്റൂല, കുറെ നേരം ചെയ്ത് വയറ് കുറയിട്ട്. അമ്മേനെ രക്ഷപ്പെടുത്തമ്മ, രക്ഷിക്കമ്മ, അമ്മേനെ രക്ഷിക്കമ്മ. ചെറിയ കൊണ്ടാണ് എല്ലാവരും ക്ഷീണിച്ച് അവശയായിട്ട് ഇത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണാൻ പോവേണം. ചെറിയ ചാറ്റൽ മഴയുണ്ട്, ചെറിയ മഴ, ചെറുത്. മൊത്തമാക്കി പറയും.
ഇവിടെ പബ്ലിക് പ്ലേസിലിരിക്കുന്ന ഫ്ലവേഴ്സാണ് ഞാൻ പിക്ക് ചെയ്യാൻ പോണത്. ഭയങ്കര വലിയ ഫ്ലവേഴ്സാണ്. കുഴപ്പമില്ലല്ലോ. അങ്ങനെ നേച്ചർ പാർക്കെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. മുൻപ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കെ.